ഈവനിങ് ഓൾ. നമ്മൾ 2 ക്ലാസ്സിലായിട്ട് ബേസിക് അനാറ്റമിക്കൽ ടേംസും കഴിഞ്ഞ ക്ലാസ്സിൽ സെല്ലിൻ്റെ ബേസിക് സ്ട്രക്ചറും ആണ് പറഞ്ഞത്. ഇനി അടുത്ത ടോപ്പിക്കാണ് ടിഷ്യൂസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അപ്പോൾ ഒരു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടാവോ? ബേസിക് യൂണിറ്റ് എന്ന് പറയുന്ന സെൽസ് ആയിരുന്നു. ഈ സെൽസ് കൂടിച്ചേർന്ന് ഫോം ചെയ്യുന്ന അടുത്തൊരു എന്താ പറയുക, അടുത്ത ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ വാട്ട് ഈസ് ടിഷ്യൂ? ഒരു ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ്. അത് സെയിം ഒറിജിൻ ആയിരിക്കും, അതുപോലെ തന്നെ സിമിലർ ഇൻ ഷേപ്പ് ആയിരിക്കും, അതുപോലെ അവർക്ക് കോമൺ ആയിട്ട് ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഒരേ ഫംഗ്ഷന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ്, ഒരേ ഫംഗ്ഷൻ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന കുറച്ച് സെൽസ് ചേർന്നിട്ട്, അപ്പോൾ അവർ കാണാനും ഒരുപോലെ ആയിരിക്കും, അവരുടെ ഷേപ്പ് ഒരുപോലെ ആയിരിക്കും, അവർ ഒരേ ഒറിജിനും ഉള്ളവരുമായിരിക്കും. അപ്പം അങ്ങനത്തുള്ള കുറേ സെൽസ് ചേർന്നിട്ട് ഫോം ചെയ്യുന്ന ഒരു അടുത്തൊരു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം സെൽസ് ആയിരുന്നു. ആ സെൽസ് ഒരേ ഫംഗ്ഷൻ ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന കുറച്ച് സെൽസ് ഗ്രൂപ്പ് ചെയ്തിട്ട് ഫോം ചെയ്തിരിക്കുന്നതാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ടിഷ്യൂസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ക്ലാസിഫിക്കേഷൻ നോക്കുക. ക്ലാസിഫിക്കേഷനകത്ത് മെയിനായിട്ടും 4 ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആണ് വരുന്നത്. എപ്പിത്തീലിയൽ ടിഷ്യൂസ്, കണക്റ്റീവ് ടിഷ്യൂസ്, മസ്കുലാർ ടിഷ്യൂ ആൻഡ് നെർവസ് ടിഷ്യൂ. ഇതൊക്കെയാണ് 4 ടൈപ്പ് ഓഫ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. എപ്പിത്തീലിയൽ ടിഷ്യൂസ്, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ ആൻഡ് നെർവസ് ടിഷ്യൂ. ഇതിൽ മസ്കുലാർ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ നിങ്ങൾക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. മസ്കുലാർ സിസ്റ്റം, നെർവസ് സിസ്റ്റം ആയിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് മാത്രമേ നോക്കി പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. ആ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. രണ്ടാമത് കാണിച്ചിരിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ, ആൻഡ് മൂന്നാമത്തത് മസ്കുലാർ ടിഷ്യൂ, ഫോർത്ത് വൺ ഈസ് നെർവസ് ടിഷ്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂസ് നോക്കുകയാണ്. എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സെക്രീഷൻ, ഇങ്ങനെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അസൈൻ ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. സോ എപ്പിത്തീലിയൽ ടിഷ്യൂസിൻ്റെ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനാണ്. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ എവിടെയായിരിക്കും മെയിനായിട്ട് വരുന്നത്? നമ്മൾ ഓരോ പാർട്സിനെയും കവർ ചെയ്തിട്ട് വരുന്ന ടിഷ്യൂസ് ആയിരിക്കും എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂസ് നമ്മൾ ബോഡിയുടെ കവറിങ് അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസിന്റെ ലൈനിങ്, അങ്ങനെ ഉള്ള ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ടിഷ്യൂസ് ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നിങ്ങൾ പറയുന്നത് ക്ലിയർ ആയിട്ട് കേട്ടിരിക്കണം കേട്ടോ. ഈ സ്ലൈഡ് മാത്രം വെച്ച് നോക്കിയാൽ പിന്നെ മനസ്സിലാവണമെന്നില്ല. കേട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് നോക്കിയാൽ മാത്രമേ സ്ലൈഡിലുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഫോംസ് ദ കവറിങ് ഓർ ലൈനിങ് ഓഫ് ദ ഫ്രീ സർഫസ് ഓഫ് ദ ബോഡി. ബോഡിയുടെ കവറിങ്, ലൈനിങ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏരിയാസിലാണ് എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. സോ അപ്പോൾ കവറിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഔട്ടർ ആയിട്ട് വരുന്ന കവറിങ് എന്താണ് ബോഡിയിൽ? സ്കിൻ. അപ്പോൾ സ്കിന്നിൽ എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ കവറിങ്ങിൽ വരുന്നത് സ്കിന്നാണ്. അപ്പോൾ സ്കിന്നിൽ എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫങ്ഷൻസിനകത്ത് സെക്രീഷൻ വരുന്നുണ്ട്, അബ്സോർപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ സെക്രീഷൻ, അബ്സോർപ്ഷൻ വരുന്ന ഏരിയാസിലെല്ലാം കാണും. അപ്പോൾ നമ്മുടെ GIT-യിൽ വരുന്നുണ്ട്, ലങ്സിൽ വരുന്നുണ്ട്, കിഡ്നീസിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്ലാൻസിൽ വരുന്നുണ്ട്, ദെൻ ബ്ലഡ് വെസൽസിൽ വരുന്നുണ്ട്. ഇവിടെയൊക്കെയാണ് എപ്പിത്തീലിയൽ ടിഷ്യൂസ് കാണുന്നത്. സോ അവരുടെ ലൊക്കേഷൻ സ്കിന്നിലുണ്ട്, ഡൈജസ്റ്റീവ് ട്രാക്റ്റിലുണ്ട്, റെസ്പിറേറ്ററി ട്രാക്റ്റിലുണ്ട്, യൂറിനറി ട്രാക്റ്റിലുണ്ട്, സ്വെറ്റ് ഗ്ലാൻഡ്, സലൈവറി ഗ്ലാൻഡ്, ബ്ലഡ് വെസൽസ്, ഇവിടെയൊക്കെ എപ്പിത്തീലിയൽ ടിഷ്യൂസ് കാണുന്നുണ്ട്. എപ്പിത്തീലിയൽ ടിഷ്യൂസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് അടുത്തത്. എപ്പിത്തീലിയൽ ടിഷ്യൂസ് 2 ടൈപ്പാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജനറൽ ആയിട്ട് പറഞ്ഞാൽ 2 ടൈപ്പാണുള്ളത് എപ്പിത്തീലിയൽ ടിഷ്യൂസ്: സിമ്പിൾ എപ്പിത്തീലിയം ആൻഡ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം. സിമ്പിൾ എപ്പിത്തീലിയം പേര് പോലെ തന്നെ സിമ്പിൾ ആണ്. ഒരു ഒറ്റ ലെയർ കൊണ്ട് ഫോം ചെയ്തിരിക്കുന്ന ടിഷ്യൂസിനെയാണ് നമ്മൾ സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. സോ അപ്പോൾ അവിടെ ഒറ്റ സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആയിരിക്കും വരുന്നത്. ഈ എപ്പിത്തീലിയൽ ടിഷ്യൂസ് എങ്ങനെയാണ്? ഒറ്റ ലെയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ സിമ്പിൾ എപ്പിത്തീലിയം അല്ലെങ്കിൽ യൂണിലാമിനാർ എപ്പിത്തീലിയം എന്നൊക്കെ പറയും. അപ്പോൾ സിമ്പിൾ എപ്പിത്തീലിയത്തിൽ ടിഷ്യൂസ് ഒറ്റ ലെയർ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിമ്പിൾ എപ്പിത്തീലിയം കാണുന്ന എവിടെയാണെന്നൊരു എക്സാമ്പിൾ പറഞ്ഞാൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ലൈനിങ്ങിൽ വരുന്നത് സിമ്പിൾ എപ്പിത്തീലിയം ആണ്. അപ്പോൾ എന്താണ്? ഡിഫ്യൂഷൻ ആണ് അവിടെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. നമുക്ക്
ഒരു സാധനങ്ങൾ അതിൽ കൂടെ പാസ് ചെയ്ത് പോകണമെങ്കിൽ ഒറ്റ ലെയർ ആണെങ്കിൽ അത് എളുപ്പമായിരിക്കില്ലേ. അപ്പോൾ ഡിഫ്യൂഷന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും സിമ്പിൾ എപ്പിത്തീലിയം വരുന്നത്. സോ സിംഗിൾ ലെയർ ഓഫ് ടിഷ്യൂസ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതാണ് സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അത് കാണുന്ന എവിടെയാണ്? ലൈനിങ് ഓഫ് ദി സ്മോൾ ഇൻഡസ്ട്രീനിലാണ് സിമ്പിൾ എപ്പിത്തീലിയം കാണുന്നതിന് ഒരു എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ അടുത്ത രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ആണ്. സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ സ്ട്രാറ്റിഫൈഡ് അല്ലെങ്കിൽ കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയും. കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ലെയറുകൾ ഉണ്ടായിരിക്കും. അവിടെ ടിഷ്യൂസ് ഇങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കും. അപ്പൊ അതാണ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ആയിട്ട്, അത് കുറച്ച് കട്ടി വേണ്ട ഒരു ഫംഗ്ഷൻ ആണല്ലോ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. നമ്മളെ ബോഡി പാർട്സ് അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക, ആ ഒരു ഏരിയയിൽ വരുന്നതായിരിക്കും സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം മൾട്ടി ലെയേർഡ് ആണ്, പ്രൊട്ടക്ഷൻ ആണ് മെയിൻ ആയിട്ട് ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. സോ അപ്പോൾ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം കാണുന്നതിന് എക്സാമ്പിൾ സ്കിന്നിന്റെ മെയിൻ ഫംഗ്ഷൻ പ്രൊട്ടക്ഷൻ അല്ലേ. അപ്പൊ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം കാണുന്നത് സ്കിന്ന്, എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് സ്കിന്നാണ്. സോ അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ നമ്മൾ ജനറൽ ആയിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്, സിമ്പിൾ എപ്പിത്തീലിയം ആൻഡ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം. സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത് സിംഗിൾ ലെയർ ആയിട്ടായിരിക്കും അവിടെ ടിഷ്യൂ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്ട്രാറ്റിഫൈഡ് അല്ലെങ്കിൽ കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയും. അപ്പൊ അവിടെ എങ്ങനെയാണ്? മൾട്ടി ലെയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സിംഗിൾ ലെയർ അല്ലെങ്കിൽ സിമ്പിൾ എപ്പിത്തീലിയത്തിൽ ഡിഫ്യൂഷൻ ആണ് മെയിൻ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. കാണുന്ന സിമ്പിൾ എപ്പിത്തീലിയത്തിന് എക്സാമ്പിൾ സ്മോൾ ഇൻഡസ്ട്രിയലിന്റെ ലൈനിങ്ങിൽ വരുന്നത് സിമ്പിൾ എപ്പിത്തീലിയം ആണ്. സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആണ്. സോ അപ്പോൾ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എവിടെയാണ് കാണുന്നത്? എക്സാമ്പിൾ ചോദിച്ചാൽ സ്കിന്നിലാണ് വരുന്നത് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം. ഇതാണൊരു ജനറൽ ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ. ഇനി ഇതിന് ഓരോ സബ് ടൈപ്പുകളുണ്ട്. അതായത് സിമ്പിളിൽ തന്നെ കുറച്ച് സബ് ടൈപ്പ് ഉണ്ട്, സ്ട്രാറ്റിഫൈഡിൽ തന്നെ കുറച്ച് സബ് ടൈപ്പ് ഉണ്ട്. അതായത് ഈ അത് ഫോം ചെയ്തിരിക്കുന്ന സെൽസിന്റെ ആ ഒരു ഷേപ്പ് വെച്ചിട്ട് ഇവരെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കോളുംനാർ എപ്പിത്തീലിയം, സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ആൻഡ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം, ഇങ്ങനെ ഒരു 5 സബ് ടൈപ്പ് പറയുന്നുണ്ട്. എപ്പിത്തീലിയൽ ടിഷ്യൂസിൽ തന്നെ സിമ്പിൾ ആൻഡ് സ്ട്രാറ്റിഫൈഡ് ഉണ്ട്. ദെൻ അതിന് തന്നെ സബ് ടൈപ്പുകളുണ്ട്. അതായത് ഇപ്പൊ സിംഗിൾ ലെയർഡ് ആയിട്ട് കാണുവാണെങ്കിലും അതിനകത്തുള്ള ആ ഒരു സെല്ലിന്റെ ഷേപ്പ് ഇപ്പൊ ഫ്ലാറ്റ് ആണോ അല്ലെങ്കിൽ ഒരു ക്യൂബിക് ആണോ അല്ലെങ്കിൽ ഒരു ടോൾ ആയിട്ട് കോളം ലൈക്ക് ആണോ അങ്ങനെ നോക്കിയിട്ട് അതിന് വീണ്ടും സബ് ടൈപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 5 സബ് ടൈപ്പുകൾ എന്ന് പറയുന്നത് സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ഒരു മിനിറ്റ്, ആ സ്ലൈഡ് ആദ്യം കാണുന്ന പോലെ അല്ല ഇപ്പൊ കാണുന്നുണ്ട്, പക്ഷെ അത് മറ്റേത് കുറച്ചുകൂടെ വലുതായിട്ട് കാണുന്നുണ്ടായിരുന്നു. സ്ലൈഡ് മൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് തുടക്കത്തില് ഒന്നുകൂടെ സ്ക്രീൻ ഷെയറിങ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് എൻലാർജ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാധാരണ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ മൊബൈലിലൊക്കെ കാണുമ്പോൾ ഒരു വളരെ കുറച്ചു പേരുടെ മാത്രമാണ് ഓക്കെ. ഇപ്പൊ ശരിയായിട്ടുണ്ട്. ഈ പൊസിഷൻ മാറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ സർ? ഇപ്പൊ ക്ലിയർ ആണ്, ഇപ്പൊ ഓക്കെ ആണ്. സബ് ടൈപ്പ് ആണ് സബ് ടൈപ്പ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സബ് ടൈപ്പില് 5 സബ് ടൈപ്പുകളാണ് സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കോളുംനാർ എപ്പിത്തീലിയം, സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ആൻഡ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം. അപ്പൊ ഇതെന്ന് പറയുന്നത് അതിന്റെ ഒരു അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിനെ വീണ്ടും സബ് ടൈപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ ഫസ്റ്റ് സ്ക്വാമസ് എപ്പിത്തീലിയം എങ്ങനെ ഉണ്ടാവുക നോക്കാം. സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ അതിനകത്ത് സെല്ലുകൾ ഫ്ലാറ്റ് ആയിട്ടുള്ള സെല്ലുകളായിരിക്കും, നല്ല ഫ്ലാറ്റ് സ്കെയിലേക്ക് സെൽസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഫ്ലാറ്റ് ഷേപ്ഡ് ആയിട്ടുള്ള സെല്ലുകൾ വരുമ്പോൾ ആ ഒരു എപ്പിത്തീലിയൽ സെൽസിനെ നമ്മൾ സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറയും. ഇനി ഇതേ ഫ്ലാറ്റ് സെൽസ് സിംഗിൾ ലെയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതെന്താണ്? സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം.
ഇതേ ഫ്ലാറ്റ് സെൽസ് മൾട്ടി ലെയർ അല്ലെ ലെയർ ബൈ ലെയർ 2 or 3 ലെയർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. അപ്പൊ ആ ഒരു ഡിഫറൻസ് മനസ്സിലായോ? സ്ക്വാമസ് എപ്പിത്തീലിയം സിമ്പിളും ഉണ്ട് സ്ട്രാറ്റിഫൈഡും ഉണ്ട്. ഫ്ലാറ്റ് ആയിട്ടുള്ള സെല്ലാണ് അവിടെ വരുന്നത്. അപ്പൊ അത് സിംഗിൾ ലെയർ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. അതിൽ 2 or 3 ലെയർ ആയിട്ട് ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള സെൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ സ്ക്വാമസ് എപ്പിത്തീലിയം ആയിരുന്നു. അത് ഫ്ലാറ്റ് സെൽസ് ആണ്. സോ അപ്പോൾ അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനും അബ്സോർപ്ഷനും ആണ് എന്ത് സ്ക്വാമസ് എപ്പിത്തീലിയത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. സോ അപ്പോൾ സ്ക്വാമസ് എപ്പിത്തീലിയം ഫ്ലാറ്റ് സെൽസ് ആണ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനും അബ്സോർപ്ഷനും ആണ് സ്ക്വാമസ് എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഇത് എവിടെയാണ് കാണുന്നത് നോക്കുക. സ്ക്വാമസ് എപ്പിത്തീലിയം ആ ഒരു ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലങ്സ് അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിലൊക്കെയാണ് നമ്മുടെ സ്ക്വാമസ് എപ്പിത്തീലിയം കാണുന്നത്. ലങ്സിൽ ആൽവിയോളയിൽ അതുപോലെ തന്നെ നമ്മളെ ലങ്സിന്റെ ഒക്കെ കവറിങ് ഉണ്ട്. ലങ്സിന്റെ കവറിങ് ആയിട്ടുള്ള പ്ലൂറ, ഹാർട്ടിന്റെ കവറിങ് പെരിക്കാർഡിയം. അപ്പൊ ഇതിന്റെയൊക്കെ ലൈനിങ് ആയിട്ട് വരുന്നതാണ് സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. ഇനി അടുത്ത രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ക്യൂബോയിഡൽ ആ ഒരു പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും, ക്യൂബിക്കൽ ആയിരിക്കും അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ക്യൂബിക്കൽ ആയിരിക്കും. ക്യൂബിക്കൽ ആയിട്ടുള്ള സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. അപ്പൊ ഇതും വീണ്ടും നമ്മൾ സിംഗിൾ ലെയർ ആയിട്ടാണെങ്കിൽ എന്ത് പറയും? സിമ്പിൾ ക്യൂബോയിഡ്. സിമ്പിൾ ക്യൂബോയിഡൽ എന്ന് പറയുന്നത്. മൾട്ടി ലെയർ ആയിട്ടാണെങ്കിൽ സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡൽ എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഇമ്പോർട്ടൻ്റ് ആയിട്ടും കാണുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലൈനിങ്ങിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കിഡ്നിയിൽ ട്യൂബ്യൂൾസിലാണ് വരുന്നത്. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസിലാണ് മെയിനായിട്ടും ക്യൂബോയിഡൽ എപ്പിത്തീലിയം വരുന്നത്. എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക കേട്ടോ, എവിടെയാണ് കാണുന്നത് എന്നുള്ളത്. ക്യൂബോയിഡൽ എപ്പിത്തീലിയം കാണുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ലൈനിങ്ങിൽ വരുന്നുണ്ട്. അതുപോലെ കിഡ്നിയിലെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ വരുന്നുണ്ട്. ഇനി അടുത്ത മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കോളംനാർ എപ്പിത്തീലിയം. കോളംനാർ എപ്പിത്തീലിയം എങ്ങനെയാണ്? ഫിഗർ നോക്കുക. അത് ഇങ്ങനെ ലെങ്ത്തിൽ നീളത്തിൽ ഉള്ള സെൽസ് ആണ്. ടോളായിട്ട് കോളം ലേക്ക് നീളത്തിൽ കാണുന്ന സെൽസ് ആണ് കോളംനാർ എപ്പിത്തീലിയത്തിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ നീളത്തിലുള്ള സെൽസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കോളംനാർ എപ്പിത്തീലിയം. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെക്രീഷൻ ആണ്. കോളംനാർ എപ്പിത്തീലിയം വരുന്ന ആ ഒരു ഏരിയയുടെ മെയിൻ ഫംഗ്ഷൻ, അല്ലെങ്കിൽ സെക്രീഷൻ വേണ്ട ആ ഒരു ഏരിയാസ് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും കോളംനാർ എപ്പിത്തീലിയം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് സെക്രീഷൻസ് GIT സെക്രീഷൻസ് വേണമില്ലേ ഡൈജഷനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റൊമക്കിൽ അതുപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലും ഒക്കെ സെക്രീഷൻസ് വരുന്ന ഏരിയാസിലെല്ലാം, ഇപ്പൊ ഗ്ലാൻസിലൊക്കെ വരില്ലേ, ഗ്ലാൻസിന്റെ ഒക്കെ സെക്രീഷൻസ് വരില്ലേ, അപ്പൊ അവിടെയൊക്കെ മെയിൻ ആയിട്ട് വരുന്നത് കോളംനാർ എപ്പിത്തീലിയം ആണ്. കോളംനാർ എപ്പിത്തീലിയം സെക്രീഷൻ എന്ന് ആലോചിക്കുക. സെക്രീഷൻ ഫംഗ്ഷൻ ആയിട്ട് വരുന്ന ഏരിയാസിലൊക്കെ കോളംനാർ എപ്പിത്തീലിയം ഉണ്ടായിരിക്കും. ഇനി അടുത്തൊരു സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ഉണ്ട്. സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത് സ്ട്രാറ്റിഫൈഡ് പോലെ ലെയർഡ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ തോന്നും, പക്ഷേ അത് സിംഗിൾ ലെയർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ്. ഇതാണ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം. അത് അഗെയിൻ ലങ്സിൽ കാണപ്പെടുന്നുണ്ട്. സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത് ഫംഗ്ഷൻ പ്രൊട്ടക്ഷനും സെക്രീഷനും ആണ്. ജനറലി എപ്പിത്തീലിയൽ ടിഷ്യൂസിന്റെ ഫംഗ്ഷൻ പ്രൊട്ടക്ഷനും സെക്രീഷനും ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അത് ആരൊക്കെ ചെയ്യുന്നു, അവിടുത്തെ ആ ഒരു സെല്ലിന്റെ ഷേപ്പ് എന്താണ്, അതനുസരിച്ചിട്ട് വീണ്ടും നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ക്വാമസ്, ക്യൂബോയിഡല്, കോളംനാർ, സ്യൂഡോ സ്ട്രാറ്റിഫൈഡ്, ഇങ്ങനെ വീണ്ടും ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തന്നെ നമ്മൾ വന്ന് മൾട്ടി ലെയർ ആയിട്ട് വരുമ്പോൾ അത് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ്, അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡൽ, അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് കോളംനാർ എപ്പിത്തീലിയം എന്ന് പറയും. ഇനി സ്ട്രാറ്റിഫൈഡിന്റെ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ട് വരുന്നൊരു ടിഷ്യൂ ആണ് ഈ ട്രാൻസിഷണൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസിഷണൽ എപ്പിത്തീലിയത്തിന്റെ ഒരു അറേഞ്ച്മെന്റ് എങ്ങനെയാന്ന് വെച്ചാൽ, സ്ട്രാറ്റിഫൈഡ് ആകുമ്പോൾ അത് തീർച്ചയായിട്ടും 2 or 3 ലെയർ ആയിട്ടായിരിക്കുമല്ലോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ 2 or 3 ലെയറിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ്, അതായത് ആ സെൽസിന്റെ ഷേപ്പ് പല തരത്തിലുള്ള സെൽസ് ആണ്, പല ഷേപ്പിലുള്ള സെൽസ് ആയിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ചിലപ്പോൾ താഴെ ലെയറിൽ ക്യൂബോയിഡൽ ആയിരിക്കും, അതിന്റെ മുകളിലേക്ക് പോളിഹൈഡ്രൽ ആയിട്ടുള്ള വേറെ ഷേപ്പിലുള്ള സെൽസ് മുകളിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ സ്ക്വാമസിന്റെ പോലെ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സെൽസ് മുകളിലത്തെ ലെയറിൽ, അങ്ങനെ ഡിഫറെന്റ് ഷേപ്പിലുള്ള സെൽസ് ഇങ്ങനെ ലെയർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. സോ അപ്പോൾ അത് സ്ട്രാറ്റിഫൈഡിന്റെ ഒരു വെറൈറ്റിയാണ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത്.
അതിനകത്ത് എങ്ങനെയാണ് ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള സെൽസ് ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞതിനകത്തും ഒരേ ഷേപ്പിലുള്ള ആൾക്കാരെയാണ് ലെയേർഡ് ആയിട്ട് വെച്ചിരുന്നത്. പക്ഷെ ട്രാൻസിഷനിൽ വരുമ്പോൾ ഒരു ഷേപ്പിന്റെ ട്രാൻസിഷൻ ആണ് വരുന്നത്. പല ഷേപ്പിലുള്ളവരെ ലെയറുകളായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ട്രാൻസിഷണൽ എപ്പിത്തീലിയത്തിന്റെ എക്സാമ്പിൾ പറയുന്നത് യൂട്രസ്, അതുപോലെ യൂറിനറി ബ്ലാഡറിലൊക്കെ കാണുന്ന ടിഷ്യൂസ് ട്രാൻസിഷണൽ എപ്പിത്തീലിയമാണ്. അപ്പൊ ഇനി ഒരു വെറൈറ്റി ഉണ്ട്, സിലിയേറ്റഡ് എപ്പിത്തീലിയം. സിലിയേറ്റഡ് എപ്പിത്തീലിയം കേട്ടിട്ടുണ്ടോ? സീലിയ ഉള്ള എപ്പിത്തീലിയം ആണ് സിലിയേറ്റഡ് എപ്പിത്തീലിയം. സീലിയ ഉള്ളവരാണ് സിലിയേറ്റഡ് എപ്പിത്തീലിയം. ബേസിക്കലി അവർ നമ്മൾ ഈ പറഞ്ഞ ക്യൂബോയിഡലോ അല്ലെങ്കിൽ കോളുംനാർ ടൈപ്പോ ആയിരിക്കും. ക്യൂബോയിഡലോ കോളുംനാർ ടൈപ്പ് ടിഷ്യൂസിന് അതിൻ്റെ മുകളിലേക്ക് സിലിയ വന്നിട്ട് ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് സിലിയ എന്ന് പറയുന്നത്. ഈ സിലിയ വരുന്ന ടിഷ്യൂസിനെയാണ് നമ്മൾ സിലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ബേസിക്കലി അവരാരാണ്? ക്യൂബോയിഡോ അല്ലെങ്കിൽ കോളംനാറോ ആയിരിക്കും. അപ്പൊ അതിലേക്ക് ഹെയറിലേക്ക് പ്രൊജക്ഷൻ ആയിട്ടുള്ള സിലിയ വരുന്നു. അപ്പൊ നമ്മൾ അതിനെ സിലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയും. സോ അപ്പൊ സിലിയേറ്റഡ് എപ്പിത്തീലിയം കാണുന്നത് ട്രക്കിയിലുണ്ട് കേട്ടോ. അതായത് ഈ മൂവ്മെന്റ് വേണ്ടടുത്തൊക്കെ സിലിയേറ്റഡ് എപ്പിത്തീലിയം ആയിരിക്കും വരുന്നത്. സോ അപ്പൊ അതിന്റെ എക്സാമ്പിൾ ട്രക്കിയെ ലൈൻ ചെയ്തിരിക്കുന്നത് സിലിയേറ്റഡ് എപ്പിത്തീലിയം ആണ്. ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം കേട്ടിട്ടുണ്ടോ? എവിടെയായിരിക്കും വരുന്ന ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം? ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം ഗ്ലാൻസിലാണ് വരുന്നത്. അപ്പൊ ഗ്ലാൻസിൽ ബേസിക് ആയിട്ട് കാണുന്ന ഏത് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആണ് നമ്മൾ പറഞ്ഞത്? സെക്രീഷൻ ആണ് ഫംഗ്ഷൻ. കോളംനാർ ആണ് വരുന്നത്. അപ്പൊ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എവിടെയാണ് കാണുന്നത്? ഗ്ലാൻസിലാണ്. അത് ഏത് ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്? കോളംനാർ എപ്പിത്തീലിയം ആണ്. ഓക്കെ, അപ്പൊ ട്രാൻസിഷണൽ എപ്പിത്തീലിയത്തിന്റെ എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? എവിടെയൊക്കെയാണ് കാണുന്നത് ട്രാൻസിഷണൽ എപ്പിത്തീലിയം? യൂറിനറി ബ്ലാഡർ, യൂട്രസിലൊക്കെയാണ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം കാണുന്നത്. സോ അപ്പോൾ അവരുടെ ഫങ്ഷൻസ് നോക്കാം. എപ്പിത്തീലിയൽ ടിഷ്യൂസിന്റെ ഫങ്ഷൻസിൽ പ്രൊട്ടക്ഷൻ, സെക്രീഷൻ, അബ്സോർപ്ഷൻ, എക്സ്ക്രീഷൻ ആൻഡ് സെൻസറി റിസപ്ഷൻ, ഇത്രയാണ് എപ്പിത്തീലിയൽ ടിഷ്യൂസിന്റെ ഫങ്ഷൻസിൽ വരുന്നത്. സോ അപ്പോൾ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് എവിടെയാണ്? സ്കിന്നിലാണ് അല്ലേ? സ്കിന്നിൽ കാണുന്ന എപ്പിത്തീലിയൽ ടിഷ്യൂസ് പ്രൊട്ടക്ഷൻ ആണ് അവരുടെ ഫങ്ഷൻ. അതുപോലെ നമ്മളെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിന് ഈ സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂസ് വെച്ചിട്ട് ഒരു ലൈനിങ് ഉണ്ട്. അതെന്ന് വെച്ചാൽ പത്തോജൻസ് നമ്മുടെ ആ ഒരു ഇന്റേണൽ ഓർഗൻസിലേക്ക് കയറാതെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു ലെയർ ഉണ്ട്. അവിടെ ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂ ലെയർ ഉണ്ട്. സോ അപ്പോൾ ഡൈജസ്റ്റീവ് ട്രാക്റ്റിന്റെ ലൈനിങ്, സ്കിന്നൊക്കെ പ്രൊട്ടക്ഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ്. ഇനി സെക്രീഷൻ വരുമ്പോൾ എവിടെയാണ്? ഗ്ലാൻസിലാണല്ലേ വരുന്നത്. ഗ്ലാൻസിൽ അല്ലെങ്കിൽ മ്യൂക്കസ്, സ്വെറ്റ്, ഹോർമോൺസ്, അപ്പൊ ഇതൊക്കെ സെക്രീറ്റ് ചെയ്യുന്ന ഏരിയാസിലും ഏത് ടിഷ്യൂസ് ആണ് വരുന്നത്? എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. ബേസിക്കലി എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. ആ സെല്ല് ഏതാന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും ഏത് സബ് ടൈപ്പ് ആണെന്നുള്ളത്. അബ്സോർപ്ഷൻ മെയിൻ ആയിട്ട് എവിടെയാണ്? ഇൻഡസ്റ്റൈനിലാണ് അല്ലേ? അപ്പൊ സ്മോൾ ഇൻഡസ്റ്റൈനിന്റെ ലൈനിങ്ങിലും എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉണ്ട്. സെൻസറി റിസപ്ഷൻ ടേസ്റ്റ് ബഡ്സ്, നമ്മൾ ടേസ്റ്റ് സെൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടേസ്റ്റ് ബഡ്സ്, അവിടെയും എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഒരു ലെയർ ഉണ്ട്. എക്സ്ക്രീഷൻ ആൻഡ് ഫിൽട്രേഷൻ എവിടെയാണ്? കിഡ്നിയിലാണ് വരുന്നത് അല്ലേ? അപ്പൊ കിഡ്നിയിലും ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഒരു ലെയർ വരുന്നുണ്ട്. ഇവരുടെ ഫംഗ്ഷൻ നോക്കുക, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഓർഗൻസ് അല്ലെങ്കിൽ ആ സ്ട്രക്ചേഴ്സ്, ആ പാർട്സിലൊക്കെ എപ്പിത്തീലിയൽ ടിഷ്യൂസ് വരുന്നുണ്ട്. മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ, സെക്രീഷൻ, അബ്സോർപ്ഷൻ, എക്സ്ക്രീഷൻ ആൻഡ് സെൻസറി റിസപ്ഷൻ. ഇത്രയാണ് എപ്പിത്തീലിയൽ ടിഷ്യൂസിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട്, കവറിങ് ആയിട്ട് അല്ലെങ്കിൽ ലൈനിങ് ആയിട്ട് വരുന്ന ടിഷ്യൂസ് ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂസ്. അതിൻ്റെ ടൈപ്പ് സിമ്പിൾ ഉണ്ട്, സ്ട്രാറ്റിഫൈഡ് ഉണ്ട്. സിമ്പിൾ എന്ന് വെച്ചാൽ സിംഗിൾ ലെയർ ഓഫ് അറേഞ്ച്മെന്റ് ആണ്. സ്ട്രാറ്റിഫൈഡിൽ മൾട്ടിപ്പിൾ ലെയേഴ്സ് ആയിട്ടാണ് വരുന്നത്.
ദെൻ സബ് ടൈപ്പുകളാണ് സ്ക്വാമസ്, ക്യൂബോയിഡൽ, കോളംനാർ, സ്യൂഡോസ്ട്രാറ്റിഫൈഡ് ആൻഡ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം. അതിൽ സ്ക്വാമസ് എന്ന് പറയുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള സെൽസ് ആണ്. കോളംനാറിൽ ടോൾ കോളം ലൈക്ക് സെൽസ് ആണ്. ക്യൂബോയിഡലിൽ ക്യൂബിക് ഷേപ്പ് ആണ്. ദെൻ സ്യൂഡോസ്ട്രാറ്റിഫൈഡ് എന്ന് പറയുന്നത് ലെയർഡ് ആയിട്ട് നമുക്ക് തോന്നും, പക്ഷേ അത് സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആണ് സ്യൂഡോസ്ട്രാറ്റിഫൈഡിൽ വരുന്നത്. ദെൻ ട്രാൻസിഷണൽ എങ്ങനെയായിരുന്നു? ട്രാൻസിഷണൽ എപ്പിത്തീലിയം ഡിഫറെന്റ് ഷേപ്സ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽസ് ലെയർഡ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം. ഇതിന്റെ ഫങ്ഷൻസിനകത്ത് പ്രൊട്ടക്ഷൻ, സെക്രീഷൻ, അബ്സോർപ്ഷൻ, എക്സ്ക്രീഷൻ ആൻഡ് സെൻസറി റിസപ്ഷൻ. നമ്മൾ നെക്സ്റ്റ് കാറ്റഗറിയാണ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ടൈപ്പ്? ഏതൊക്കെയായിരുന്നു ടിഷ്യൂസിൽ? എപ്പിത്തീലിയൽ, എപ്പിത്തീലിയൽ, കണക്റ്റീവ്, മസ്കുലർ ആൻഡ് നെർവസ് ടിഷ്യൂ. 4 ടൈപ്പാണ്. അതിൽ സെക്കൻഡ് ടൈപ്പിലേക്ക് വന്നിട്ടുണ്ട് കണക്റ്റീവ് ടിഷ്യൂ. അപ്പൊ കണക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 പാർട്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നവരായിരിക്കും അല്ലേ? കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് കണക്ട് ചെയ്ത് ഇടയിൽ കാണുന്നവരായിരിക്കും കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ടു കണക്ട് അല്ലെങ്കിൽ ബൈൻഡ് ടുഗദർ ഡിഫറെന്റ് ഓർഗൻസ് ഓർ ഡിഫറെന്റ് പാർട്സ് ഓഫ് ആൻ ഓർഗൻ. ഒന്നുകിൽ 2 ഓർഗൻസിനെ തമ്മിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓർഗനിന്റെ 2 പാർട്ടുകളെ തമ്മിൽ കണക്ട് ചെയ്യുക. അവിടെ ഇടയിൽ വരുന്നവരാണ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. സോ അപ്പൊ കണക്റ്റീവ് ടിഷ്യൂവിനെ ഡിവിഷൻ ആണ് പറയുന്നത്. കണക്റ്റീവ് ടിഷ്യൂവിന്റെ ഡിവിഷനകത്ത് കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പർ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ, ദെൻ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. സൗണ്ട് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇല്ല. കണക്റ്റീവ് ടിഷ്യൂവിന് 2 ടൈപ്പായിട്ട് നമുക്ക് ജനറൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പർ ആൻഡ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ദെൻ അഗെയിൻ കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പറിനെ വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ഈ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ കൊളാജൻ ഫൈബേഴ്സ് അതിനിടയിൽ ഇലാസ്റ്റിൻ ഫൈബേഴ്സുമായിട്ട് ലൂസായിട്ട് അറേഞ്ച് ചെയ്തിരിക്കും. അപ്പോൾ കൊളാജൻ ഫൈബേഴ്സ് അതിൻ്റെ ഇടയിൽ സ്പേസ് ഇട്ട് ഇലാസ്റ്റിൻ ഫൈബേഴ്സും കൂടെ ചേർത്ത് ഒരു അറേഞ്ച്മെന്റ് വരുന്നതാണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഈ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഒരു ഫങ്ഷൻ സപ്പോർട്ട് ആൻഡ് ഇലാസ്റ്റിസിറ്റി ആണ്. ആ ഒരു ലൂസ് കണക്റ്റീവ് ടിഷ്യൂ വരുന്ന ആ ഒരു ഏരിയയ്ക്ക് സപ്പോർട്ട് കൊടുക്കുക, അതുപോലെ അത് ഇലാസ്റ്റിസിറ്റി, അതിൻ്റെ ഒരു മൂവ്മെന്റ് ഒക്കെ പോസിബിൾ ആക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ദെൻ ആ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിന് എക്സാമ്പിൾ പറയുന്നത് ഫാറ്റ് സെൽസ് അല്ലെങ്കിൽ അഡിപ്പോസ് ടിഷ്യൂസ്. നമ്മുടെ ബോഡിയിൽ കാണുന്ന അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത് ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന സെൽസ് ആണ്. ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന സെൽസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വന്നിരിക്കുന്നതാണ് അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത്. അഡിപ്പോസ് ടിഷ്യൂ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. പിന്നെ അടുത്ത 2ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അവിടെ കൊളാജൻ ഫൈബേഴ്സ് ഇൻ ബിറ്റ്വീൻ ഇലാസ്റ്റിൻ ഫൈബേഴ്സ് ഇല്ലാതെ ഡെൻസ് ആയിട്ട് നല്ല കട്ടിക്ക് അടുപ്പിച്ചടുപ്പിച്ച് തിക്കായിട്ട് പാക്ക് ചെയ്തിരിക്കുന്നതാണ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. സോ അപ്പോൾ 2 ടൈപ്പ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ് കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പറിൽ വന്നിരിക്കുന്നത്. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ഇനി ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിന് എക്സാമ്പിൾ എന്താണ്? ടെൻഡൻസും ലിഗമെന്റ്സും. ബോഡിയിൽ കാണുന്ന ടെൻഡൻസും ലിഗമെന്റ്സും ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിന് എക്സാമ്പിൾ ആണ്. ടെൻഡൻസ് എവിടെയാണ് കാണുന്നത്? മസിൽസിനെ ബോണിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന പോർഷനാണ് ടെൻഡൻസ് എന്ന് പറയുന്നത്. ലിഗമെന്റ്സ് ആണെങ്കിൽ എന്താണ്? ജോയിന്റ്സിനെ സപ്പോർട്ട് ചെയ്ത് കാണുന്നതാണ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടെൻഡൻസും ലിഗമെന്റ്സും എക്സാമ്പിൾ ഫോർ ഏത് ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ്? ടെൻഡൻസും ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. സോ അപ്പൊ കണക്റ്റീവ് ടിഷ്യൂസിനെ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പറും സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പറിൽ 2 ഗ്രൂപ്പാണ് വരുന്നത്, ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിന് എക്സാമ്പിൾ ആരാണ്? അഡിപ്പോസ് ടിഷ്യൂ. അഡിപ്പോസ് ടിഷ്യൂവിൽ വരുന്ന സെൽസ് ആണ് ഫാറ്റ് സെൽസ്. അത് നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിന്റെ ഒരു ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഫാറ്റ് സെൽസ് ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതാണ് അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിന് എക്സാമ്പിൾ ആരൊക്കെയാണ്?
Tendons and ടെൻഡൻസും ലിഗമെന്റ്സും. ഓക്കെ, അപ്പൊ കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പർ കഴിഞ്ഞു. ഇനി അടുത്തെന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. അതെ, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. അതിൽ വരുന്നത് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിന് എക്സാമ്പിൾ ആണ് കാർട്ടിലേജ്, ബോൺ ആൻഡ് ബ്ലഡ്. ഇവർ മൂന്ന് പേരും സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ ബോൺ എന്ന് പറയുന്നത് നല്ല ഹാർഡ് ആൻഡ് റിജിഡ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്. അപ്പോൾ ബോൺ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ബോഡിക്ക് പ്രൊട്ടക്ഷനും അതുപോലെ ഒരു സ്ട്രക്ചറൽ സപ്പോർട്ടും കൊടുക്കുന്ന ടിഷ്യൂ ആണ് ബോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ബോണിനിടയിൽ വരുന്ന കാർട്ടിലേജ് എന്ന് പറയുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഒരു ബോൺ തന്നെയാണ്, സ്പോഞ്ചി ബോണാണ്, സോഫ്റ്റ് ആയിട്ടുള്ള ബോണാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. സോ അപ്പം കാർട്ടിലേജിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഫ്രിക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് കാർട്ടിലേജിന്റെ ഫംഗ്ഷൻ. ബോൺസിന്റെ ഇടയിലല്ലേ വരുന്ന കാർട്ടിലേജ്, അപ്പൊ ആ ബോൺസ് തമ്മിൽ ഉരയാതെ ആ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് കാർട്ടിലേജിന്റെ ഫംഗ്ഷൻ. സോ ഇനി അടുത്ത മൂന്നാമത്തെ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ് എന്ന് പറയുന്നത്. ബ്ലഡ് ഇസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബ്ലഡിന്റെ ഫംഗ്ഷൻ എന്താണ്? ട്രാൻസ്പോർട്ട് ആണ് അല്ലേ? അപ്പോൾ ബോഡിക്ക് വേണ്ട എല്ലാത്തിനെയും ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തിച്ചു കൊടുക്കുന്നത് ബ്ലഡ് ആണ്. അപ്പോൾ ട്രാൻസ്പോർട്ടിങ് ഓക്സിജൻ, ന്യൂട്രിയൻസ്, ഹോർമോൺസ്, അതുപോലെ തിരിച്ച് വേസ്റ്റ് പ്രോഡക്റ്റിനെ കൊണ്ട് കളയാനായിട്ട് എത്തിച്ചു കൊടുക്കുന്നത് ബ്ലഡ് ആണ്. സോ അപ്പോൾ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസിൽ മൂന്ന് പേരാണ് വരുന്നത്: കാർട്ടിലേജ്, ബോൺ ആൻഡ് ബ്ലഡ്. കാർട്ടിലേജ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടിഷ്യൂ ആണ്. അപ്പം അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫ്രിക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. ബോൺ എന്ന് പറയുന്നത് ഹാർഡ് ആൻഡ് റിജിഡ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്. അത് സ്ട്രക്ചറൽ സപ്പോർട്ട് അതുപോലെ പ്രൊട്ടക്ഷൻ, അതാണ് ബോണിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ബ്ലഡ് ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ട്രാൻസ്പോർട്ട് ആണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. സോ അപ്പോൾ ഇത്രയാണ് കണക്റ്റീവ് ടിഷ്യൂസിനകത്ത് വരുന്നത്. സോ അപ്പോൾ നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂസ് കവർ ചെയ്തു, ദെൻ കണക്റ്റീവ് ടിഷ്യൂ കവർ ചെയ്തു. അടുത്ത മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മസിൽ ടിഷ്യൂസ് ആണ്. അപ്പോൾ മസിൽ ടിഷ്യൂ, നെർവ് ടിഷ്യൂ ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതായത് സിസ്റ്റത്തിൽ അതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ മാത്രമേ ഇപ്പോൾ പറഞ്ഞു പോകുന്നുള്ളേ. മസിൽസ് ആണല്ലേ മസിൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇവരുടെ ഒരു പ്രത്യേകത എന്താ? ബാക്കിയുള്ള മൂന്ന് ഗ്രൂപ്പിനേക്കാളും മസിൽ ടിഷ്യൂവിന്റെ ഒരു പ്രത്യേകത എന്താ? കോൺട്രാക്ഷൻ പവർ ഉണ്ട് അല്ലേ? ഇവര് കോൺട്രാക്ട് ചെയ്തിട്ടാണ് നമുക്ക് മൂവ്മെന്റ് പോസിബിൾ ആകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്ലക്ഷൻ, എക്സ്റ്റൻഷൻ അങ്ങനെയൊക്കെയുള്ള മൂവ്മെന്റ് ഒക്കെ പറഞ്ഞില്ലേ? അപ്പൊ ഈ മൂവ്മെന്റ് ഒക്കെ പോസിബിൾ ആവുന്നത് അവിടെയുള്ള മസിൽസിന്റെ കോൺട്രാക്ഷൻ കാരണമാണ്. അപ്പൊ മറ്റ് ടിഷ്യൂസിന് ഇല്ലാത്ത ഒരു പ്രോപ്പർട്ടിയാണ് മസിൽ ടിഷ്യൂസിനുള്ള കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി മസിൽ ടിഷ്യൂസിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. മൂന്നായിട്ടാണ് മസിൽ ടിഷ്യൂവിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: സ്കെലിറ്റൽ അല്ലെങ്കിൽ വോളണ്ടറി മസിൽ ടിഷ്യൂ, സ്മൂത്ത് അല്ലെങ്കിൽ ഇൻവോളണ്ടറി മസിൽ ടിഷ്യൂ ആൻഡ് കാർഡിയാക് മസിൽ ടിഷ്യൂ. അപ്പോൾ 3 ടൈപ്സ് ആണ് വരുന്നത്: സ്കെലിറ്റൽ അല്ലെങ്കിൽ വോളണ്ടറി, സ്മൂത്ത് അല്ലെങ്കിൽ ഇൻവോളണ്ടറി, ദെൻ കാർഡിയാക്. ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് മസിൽ ടിഷ്യൂസ് ആണ് കാണുന്നത്. ഫസ്റ്റ് വൺ സ്കെലിറ്റൽ മസിൽ. സ്കെലിറ്റൽ മസിൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ആ ഒരു ബോണിനോട് അറ്റാച്ച്ഡ് ആയിട്ട് പുറമേ കാണുന്ന മസിൽസ്, നമുക്ക് കയ്യിലും കാലിലും അല്ലെങ്കിൽ ബോഡിയിൽ ആ പുറമേ നമുക്ക് കാണാൻ പറ്റുന്ന മസിൽസ് ആണ് മെയിനായിട്ടും സ്കെലിറ്റൽ മസിലിന്റെ ഗ്രൂപ്പിൽ വരുന്നത്. ഇവർക്ക് വൈഡ് റേഞ്ച് ഓഫ് മൂവ്മെന്റ് ആണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിചാരിക്കുന്നിടത്തോട്ട് മൂവ് ചെയ്യാം അല്ലേ? നമുക്ക് കൈ മടക്കണം, തിരിക്കണം, അല്ലെങ്കിൽ ബോഡി ചരിക്കണം, അങ്ങനെയൊക്കെ എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റുന്ന മസിൽസ് ആണ് സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയുന്നത്. സ്കെലിറ്റൽ മസിൽസ് അല്ലെങ്കിൽ വേറെ പേര് വോളണ്ടറി മസിൽസ് ആണ്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ സ്ട്രയേഷൻസ് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇവരെ സ്ട്രയേറ്റഡ് മസിൽ എന്നും പറയാറുണ്ട്. ആ ഒരു ഫിഗറിൽ കാണുന്ന ഇങ്ങനെ ഒരു ബീഡഡ് ലുക്കിലായിരിക്കും വരുന്നത്. ഇവര് ന്യൂക്ലിയസ് ഇങ്ങനെ പെരിഫറിൽ അറേഞ്ച് ചെയ്തിട്ട് ഒരു ബീഡഡ് ലുക്ക് ആയിരിക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവരെ സ്ട്രയേറ്റഡ് മസിൽസ് എന്നും പറയും. സ്കെലറ്റൽ മസിൽസ് അല്ലെങ്കിൽ വോളണ്ടറി മസിൽസ് അല്ലെങ്കിൽ സ്ട്രയേറ്റഡ് മസിൽസ്. അപ്പൊ ഇവര് വോളണ്ടറി കൺട്രോൾ ആണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവരെ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അടുത്ത രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്കെലറ്റൽ മസിൽസിന്റെ ഇപ്പൊ ഫങ്ഷൻസ് എന്തൊക്കെയായിരിക്കും? മൂവ്മെന്റ് തന്നെ ആയിരിക്കും അല്ലെ? നമ്മളെല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഓട്ടം, ചാട്ടം, അല്ലെങ്കിൽ ആ ഒരു വെയിറ്റ് ലിഫ്റ്റിംഗ്, ഇങ്ങനത്തെ എല്ലാ മൂവ്മെന്റ് വരുന്ന ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാം സ്കെലറ്റൽ മസിൽസിന്റെ ഫങ്ഷൻ ആണ്.
അടുത്ത രണ്ടാമത്തെ ഗ്രൂപ്പാണ് സ്മൂത്ത് മസിൽസ്. സ്മൂത്ത് മസിൽ അല്ലെങ്കിൽ ഇൻവോളണ്ടറി മസിൽസ്. അപ്പോൾ ഈ സ്മൂത്ത് മസിൽ അല്ലെങ്കിൽ ഇൻവോളണ്ടറി മസിൽസ് കുറച്ചുകൂടി നമ്മുടെ ഇന്നർ ഓർഗൻസിലോട്ട് കാണുന്ന മസിൽസ് ആണ്. നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് ലൈൻ ചെയ്ത് വരുന്ന മസ്കുലാർ ടിഷ്യൂ ആണ് സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത്. ഇവരെ നമുക്ക് നമ്മുടെ ഒരു വില്ലിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ്മെന്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഇവരെ ഇൻവോളണ്ടറി മസിൽസ് അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഇന്റേണൽ ഓർഗൻസിനെയും ലൈൻ ചെയ്ത് ഈ സ്മൂത്ത് മസിൽസ് വരുന്നുണ്ട്. ഇവർക്ക് നമ്മൾ ആദ്യം സ്കെലറ്റൽ മസിലിൽ കണ്ടതുപോലെ സ്ട്രയേഷൻസ് ഒന്നും കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു വര പോലെ നമ്മൾ ഈ സ്കെലറ്റൽ മസിലിൽ കണ്ടില്ലേ. അപ്പം അങ്ങനെ സ്ട്രയേഷൻസ് ഒന്നും സ്മൂത്ത് മസിൽസിന് ഉണ്ടായിരിക്കില്ല. സ്മൂത്ത് ആയിട്ടായിരിക്കും കാണുന്നവർ. അപ്പം അതുകൊണ്ട് ഇവരെ നോൺ സ്ട്രയേറ്റഡ് മസിൽസ് എന്നും പറയും. അപ്പോൾ സ്മൂത്ത് മസിൽസിന്റെ വേറെ പേരുകളാണ് ഇൻവോളണ്ടറി മസിൽസ് അല്ലെങ്കിൽ നോൺ സ്ട്രയേറ്റഡ് മസിൽസ്. അപ്പോൾ ഇൻവോളണ്ടറി മസിൽ എന്ന് പറയുമ്പോൾ പേരെന്നറിയാലോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കത്തില്ല സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത്. അവരെ കൺട്രോൾ ചെയ്യുന്നത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ് ഈ സ്മൂത്ത് മസിൽസിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അത് കാണുന്ന എവിടെയാണ് സ്മൂത്ത് മസിൽസ്? ഇന്റേണൽ ഓർഗൻസ്. ഇന്റേണൽ ഓർഗൻസിനെ കവർ ചെയ്തിട്ടായിരിക്കും വരുന്നത്. അടുത്ത മൂന്നാമത്തെ ഗ്രൂപ്പാണ് കാർഡിയാക് മസിൽസ്. കാർഡിയാക് മസിൽസ് എവിടെയായിരിക്കും കാണുന്നത്? ഹാർട്ടിലായിരിക്കും കാണുന്നത്. ഹാർട്ടിലായിരിക്കും കാണുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ നോക്കാം, ഇതുപോലെ തന്നെ ഈ കാണിച്ചിരിക്കുന്ന പോലെ ബ്രാഞ്ച്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്. ആ ഇടയ്ക്ക് വരുന്ന ആ ഒരു പോർഷനൊക്കെ ഉണ്ട്, ഒരു വര പോലെ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയും. കാർഡിയാക് മസിലിനാണ് ഇന്റർകലേറ്റഡ് ഡിസ്ക് കാണുന്നതെന്ന് ആലോചിക്കുക. ബ്രാഞ്ച്ഡ് ആയിട്ടായിരിക്കും കാർഡിയാക് മസിൽസ് കാണുന്നത്. അത് കാർഡിയാക് മസിൽസിന്റെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ. നമ്മൾ 3 പേര് പറഞ്ഞതിൽ കാർഡിയാക് മസിൽസിന്റെ മാത്രം പ്രത്യേകതയാണ് ഈ ബ്രാഞ്ച്ഡ് ആയിട്ട് കാണുന്നതും അതുപോലെ ഇന്റർകലേറ്റഡ് ഡിസ്ക് കാണുന്നതും. ഇവർ ഏത് കാറ്റഗറി ആയിരിക്കും? ഇൻവോളണ്ടറി ആയിരിക്കുമോ വോളണ്ടറി ആയിരിക്കുമോ? ഇൻവോളണ്ടറി ആയിരിക്കും. ഓക്കെ, അപ്പോൾ 3 ടൈപ്സ് ആണ് നമ്മൾ മസിൽ ടിഷ്യൂസ് ഉള്ളത്: സ്കെലറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ ആൻഡ് കാർഡിയാക് മസിൽ. ഈ മസിൽ ടിഷ്യൂവിന്റെ മാത്രം പ്രത്യേകതകളാണ് എക്സൈറ്റബിലിറ്റി, കോൺട്രാക്റ്റിലിറ്റി, ഇലാസ്റ്റിസിറ്റി ആൻഡ് എക്സ്റ്റൻസിബിലിറ്റി. ഈ 4 പ്രോപ്പർട്ടീസ് മസിൽ ടിഷ്യൂസിന് മാത്രമുള്ള പ്രത്യേകതകളാണ്. എക്സൈറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പൾസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് എക്സൈറ്റബിലിറ്റി. ഒരു ഇമ്പൾസിനനുസരിച്ച് എക്സൈറ്റഡ് ആവുകയാണ് അവർ. അതിനാണ് നമ്മൾ എക്സൈറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ സ്റ്റിമുലസ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് കെമിക്കൽ ചേഞ്ചസ് ഉണ്ടായിട്ട്, അതായത് കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടി റെഡി ആവുക, അതാണ് എക്സൈറ്റബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ കോൺട്രാക്റ്റിലിറ്റി. കോൺട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ മസ്കുലർ ടിഷ്യൂവിന് മാത്രമാണ്. അതുപോലെ ഒരു ഇങ്ങനെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട് അവർക്ക്. എന്താണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ? എന്താണ്? അതന്നെ, സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. അതാണ് ഫ്ലെക്സിബിൾ ആണ്, സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സോ അപ്പം മസിൽ ടിഷ്യൂവിന്റെ മാത്രം പ്രോപ്പർട്ടീസ് ആണ് എക്സൈറ്റബിലിറ്റി, കോൺട്രാക്റ്റിലിറ്റി, ഇലാസ്റ്റിസിറ്റി ആൻഡ് എക്സ്റ്റൻസിബിലിറ്റി. ഈ 4 പ്രോപ്പർട്ടീസ്. ഇവരുടെ ഒരു ഡിഫറൻസ് ഒന്ന് ടേബിൾ ചെയ്തിട്ടുണ്ട്. സ്കെലിറ്റൽ മസിലിൽ സ്ട്രയേറ്റഡ് ആയിട്ടുള്ള ഫൈബേഴ്സ് ആയിരിക്കും കാണുന്നത്. വോളണ്ടറി ആണ്. സ്കെലറ്റിനോട്, നമ്മുടെ ബോണിനോട് അറ്റാച്ച് ചെയ്ത് വരുന്ന മസിൽസ് ഒക്കെ സ്കെലറ്റൽ മസിലിനാണ് വരുന്നത്. സ്മൂത്ത് മസിൽ ആണെങ്കിൽ നോൺ സ്ട്രയേറ്റഡ് ആണ്, സ്പിൻഡിൽ ഷേപ്പ് ആയിട്ടാണ് വരുന്നത്. ഇൻവോളണ്ടറി ആണ്, ഇന്റേണൽ ഓർഗൻസിന്റെ കവറിങ്ങിലാണ് സ്മൂത്ത് മസിൽസ് വരുന്നത്. കാർഡിയാക് മസിൽസ് ആണെങ്കിൽ അതും സ്ട്രയേറ്റഡ് ആണ്, സ്കെലറ്റൽ മസിലിനെ പോലെ സ്ട്രയേറ്റഡ് ആണ്. നമ്മുടെ സ്മൂത്ത് മസിലിനെ പോലെ ഇൻവോളണ്ടറി ആണ്. അപ്പോൾ 2 പ്രോപ്പർട്ടി ഉണ്ട്. സ്കെലറ്റൽ മസിലിനെ പോലെ സ്ട്രയേറ്റഡ് ആണ്, സ്മൂത്ത് മസിലിനെ പോലെ ഇൻവോളണ്ടറി ആണ്. അപ്പൊ അത് എവിടെയാണ് വരുന്ന കാർഡിയാക് മസിൽ? ഹാർട്ടിലാണ് വരുന്നത്. അപ്പൊ ഈ 3 ടിഷ്യൂസും ക്ലിയർ ആണോ? എപ്പിത്തീലിയൽ ടിഷ്യൂസ്, കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് മസ്കുലാർ ടിഷ്യൂ. ഇനി അടുത്ത 4ാമത്തെ ഗ്രൂപ്പ് ഏതാണ്? നെർവസ് ടിഷ്യൂ. നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത് ന്യൂറോൺസ് ചേർന്ന് ഫോം ചെയ്യുന്നതാണ് നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെല്ല്. നെർവ് സെല്ലിന് പറയുന്ന പേരാണ് ന്യൂറോൺ.
അപ്പൊ ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽസ് ചേർന്നിട്ട് വരുന്നതാണ് നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. നമ്മൾ നെർവസ് ടിഷ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഈ ന്യൂറോൺസ് അല്ലെങ്കിൽ നെർവ് സെൽ അല്ലാതെ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസും കൂടെ അതിനകത്ത് കാണാൻ പറ്റും, ന്യൂറോഗ്ലിയ അല്ലെങ്കിൽ ഗ്ലിയൽ സെൽസ്. ഇങ്ങനെ 2 ടൈപ്പ് സെല്ലുകൾ ചേർന്നിട്ടാണ് നെർവസ് ടിഷ്യൂ ഫോം ചെയ്തിരിക്കുന്നത്. മെയിനായിട്ടും ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെല്ലാണ്, അതിനിടയിലായിട്ട് ന്യൂറോഗ്ലിയ അല്ലെങ്കിൽ ഗ്ലിയൽ സെൽസും കൂടെ കാണാൻ പറ്റും. നെർവസ് ടിഷ്യൂവിലെ 2 ടൈപ്പ് ഓഫ് സെൽസ് എന്ന് പറയുന്നത് ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെല്ലും ന്യൂറോഗ്ലിയ അല്ലെങ്കിൽ ഗ്ലിയൽ സെല്ലും. അപ്പോൾ ഒരു ന്യൂറോൺ എന്ന് പറയുന്നത് എന്താണ്? നെർവസ് ടിഷ്യൂവിന്റെ ബേസിക് യൂണിറ്റ് ആണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. സോ ന്യൂറോൺസ് ആർ ദ യൂണിറ്റ് ഓഫ് നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം എന്ന് പറയാം. ന്യൂറോൺസ് ആർ ദ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. ഒരു ന്യൂറോണിന്റെ ബേസിക് സ്ട്രക്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു സെൽ ബോഡി ഉണ്ട്, ദെൻ അതിൽ നിന്നൊരു ബ്രാഞ്ച് പോലെ പോയിരിക്കുന്നതാണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ സെൽ ബോഡി, അവിടെയാണ് ന്യൂക്ലിയസും ബാക്കി ഓർഗനലേസ് എല്ലാം കാണുന്നത്. ദെൻ ബാക്കിലേക്ക് ആ ഒരു ടെയിൽ പോലെ വരുന്നതാണ് ആക്സോൺ എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് 3 പാർട്സ് ആണ്: ഡെൻഡ്രൈറ്റ്സ്, സെൽ ബോഡി ആൻഡ് ആക്സോൺ. ഈ ഡെൻഡ്രൈറ്റ്സ് ആണ് സിഗ്നൽസ് റിസീവ് ചെയ്യുന്നത്. അത് റിസീവ് ചെയ്ത് സെൽ ബോഡിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും. സെൽ ബോഡിയിൽ നിന്ന് അത് ആക്സോൺസിലേക്ക് പാസ് ചെയ്യും. അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആക്സോണിന്റെ ഫങ്ഷൻ. അത് അടുത്ത നെർവ്സിലേക്ക് കൊടുത്ത് ഫൈനലി നമ്മൾ ബ്രെയിനിലേക്ക് കൊടുത്ത് ആ സിഗ്നലിനെ ഐഡന്റിഫൈ ചെയ്യും, അതിനനുസരിച്ച് തിരിച്ച് റെസ്പോൺസ് കൊടുക്കും. അങ്ങനെയാണ് ആ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ഫങ്ഷൻ വരുന്നത്. അപ്പൊ ആക്സോൺസിനെ കവർ ചെയ്ത് മൈലിൻ ഷീറ്റ് എന്നും പറഞ്ഞൊരു സാധനം കാണിച്ചിട്ടുണ്ട് ഫിഗറിനകത്ത്. അപ്പൊ ഈ മൈലിൻ ഷീറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? മൈലിൻ ഷീറ്റ് ആക്സോണിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഈ സിഗ്നൽസ് പാസ് ചെയ്യുമ്പോൾ അതിന്റെ സ്പീഡ് കൂട്ടുന്നതിനും വേണ്ടിയിട്ടാണ് മൈലിൻ ഷീറ്റ് കൊടുത്തിട്ടുള്ളത്. മെയിനായിട്ട് 3 പാർട്സ് ആണ്: ഡെൻഡ്രൈറ്റ്സ്, സെൽ ബോഡി ആൻഡ് ആക്സോൺ. പിന്നെ ആക്സോണിനെ കവർ ചെയ്ത് വരുന്ന മൈലിൻ ഷീറ്റ്. മൈലിൻ ഷീറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് പാസ് ചെയ്യുമ്പോൾ അതിന്റെ സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ് മൈലിൻ ഷീറ്റിന്റെ ഫംഗ്ഷൻ. ഇനി ഗ്ലിയൽ സെൽസ്, ന്യൂറോഗ്ലിയ അല്ലെങ്കിൽ ഗ്ലിയൽ സെൽസ് എന്ന് പറയുന്നത് ഈ ന്യൂറോൺസിന്റെ പ്രൊട്ടക്ഷനും സപ്പോർട്ടിനും വേണ്ടിയിട്ടുള്ളവരാണ്. ഇതിനിടയിലായിട്ട് കാണുന്ന ഗ്ലിയൽ സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ടൈപ്സ് ഓഫ് ഗ്ലിയൽ സെൽസ് ആണ് മെയിനായിട്ട് പറയുന്നത്. അതിൽ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് അല്ലെങ്കിൽ ഷ്വാൻ സെൽസ്, ആസ്ട്രോസൈറ്റ്സ്, മൈക്രോഗ്ലിയ ആൻഡ് എപ്പൻഡൈമൽ സെൽസ്. അങ്ങനെ 4 ടൈപ്പ് ഓഫ് ന്യൂറോഗ്ലിയ അല്ലെങ്കിൽ ഗ്ലിയൽ സെൽസ് ഉണ്ട്. അതിൽ ഷ്വാൻ സെൽസ് എവിടെയാണ്? മൈലിൻ ഷീറ്റ് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ആക്സോണിനെ കവർ ചെയ്തിട്ട് വരുന്ന മൈലിൻ ഷീറ്റിൽ വരുന്ന സെൽസ് ആണ് ഷ്വാൻ സെൽസ്. ബാക്കി ഗ്ലിയൽ സെൽസ് ഓർത്തില്ലെങ്കിൽ ഷ്വാൻ സെൽസ് ഓർത്ത് വെക്കുക. മൈലിൻ ഷീറ്റിൽ വരുന്നതാണ് ആര്? ഷ്വാൻ സെൽസ് എന്ന് പറയുന്നത്. പിന്നെ ആസ്ട്രോസൈറ്റ്സ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ, അതുപോലെ തന്നെ ബ്രെയിനിൽ വരുന്ന, മെയിനായിട്ട് ബ്രെയിനിൽ കാണുന്നതാണ് ഈ ആസ്ട്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. ബ്ലഡ് ബ്രെയിൻ ബാരിയർ, അതുപോലെ കെമിക്കൽ എൻവയോൺമെന്റ്, ബ്രെയിനിന്റെ ഒരു കെമിക്കൽ എൻവയോൺമെന്റ് ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ റിലേറ്റ് ചെയ്ത് വരുന്ന ഗ്ലിയൽ സെൽസ് ആണ് ആസ്ട്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ മൈക്രോഗ്ലിയ എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ തന്നെ ഇമ്മ്യൂൺ സെൽസ് എന്ന് പറയും. അതിന്റെ ഒരു ഇമ്മ്യൂണിറ്റി കീപ്പ് ചെയ്യുന്നവരാണ് മൈക്രോഗ്ലിയ എന്ന് പറയുന്നത്. ദെൻ അടുത്ത എപ്പൻഡൈമൽ സെൽസ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടവരാണ് എപ്പൻഡൈമൽ സെൽസ് എന്ന് പറയുന്നത്. 4 ടൈപ്പ് ഓഫ് ഗ്ലിയൽ സെൽസ് പേര് ഓർത്തിരിക്കുക: ഷ്വാൻ സെൽസ് അല്ലെങ്കിൽ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്, എപ്പൻഡൈമൽ സെൽസ്, മൈക്രോഗ്ലിയ ആൻഡ് ആസ്ട്രോസൈറ്റ്സ്. അതിൽ ഷ്വാൻ സെൽസിന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. എവിടെയാണ് കാണുന്നത് ഷ്വാൻ സെൽസ്? മൈലിൻ ഷീറ്റിലാണ് വരുന്നത്. അപ്പൊ നെർവസ് ടിഷ്യൂവിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയായിരിക്കും? ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മളെ എല്ലാ ബോഡിയുടെ ഒരു കൺട്രോൾ, സെൻട്രൽ നെർവസ് സിസ്റ്റം ആയിട്ട് റിലേറ്റ് ചെയ്തല്ലേ. നെർവ്സ് എന്ന് പറയുന്നത് കൺട്രോൾ അല്ലേ, ബോഡിയുടെ എല്ലാ കൺട്രോളും വരുന്നത് നെർവ്സ് ആണ്. അപ്പോൾ ആ കൺട്രോൾ ആണ് മെയിൻ ഫങ്ഷൻ. അത് ഇലക്ട്രിക്കൽ ഇമ്പൾസ് വഴിയാണ് അത് അവർ ആ ഒരു ഫങ്ഷൻ നടത്തുന്നത്. ഇമ്പൾസ് പാസ് ചെയ്തിട്ടാണ് നമ്മളൊരു കാര്യം ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് തിരിച്ചുള്ള റെസ്പോൺസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലേണിംഗ്, മെമ്മറി, അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം നെർവസ് ടിഷ്യൂവിന്റെ ഫങ്ഷനകത്ത് വരും കേട്ടോ. ക്ലിയർ ആണോ? അപ്പോൾ 4 ടൈപ്പ് ഓഫ് സെൽസ്. എവിടെയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടോ?
നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം ടിഷ്യൂസ്. 4 ടൈപ്പ് ആണുള്ളത്: എപ്പിത്തീലിയൽ, കണക്റ്റീവ്, മസ്കുലാർ ആൻഡ് നെർവസ് ടിഷ്യൂ. ഇപ്പൊ എപ്പിത്തീലിയലിനകത്ത് എത്ര ടൈപ്പ് ഉണ്ടായിരുന്നു? ജനറലി എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? 2 ടൈപ്പ്. 2. സിമ്പിളും സ്ട്രാറ്റിഫൈഡ്. ഓക്കെ, അപ്പൊ സിമ്പിളിനകത്ത് തന്നെ പിന്നെ ആരൊക്കെ വന്നു? സ്ക്വാമസ് വന്നു, കുബോയിഡൽ വന്നു, കോളംനാർ വന്നു, സിലിയേറ്റഡ്. ഇത്രയും പേരാണ് വന്നത്. സ്ക്വാമസ് എന്ത് ഷേപ്പാണ്? ഫ്ലാറ്റ് സെൽസ്. ഫ്ലാറ്റ് സെൽസ് ആണ്. എവിടെയൊക്കെയാണ് കാണുന്നത്? ആൽവിയോൾ ഓഫ് ലങ്സിലുണ്ട്, പ്ലൂറൽ ആൻഡ് പെരിക്കാർഡിയൽ ക്യാവിറ്റിയിൽ വരുന്നുണ്ട്. ദെൻ ക്യൂബോയിഡൽ എന്ത് ഷേപ്പാണ്? ക്യൂബിക്കൽ ആണ്. എവിടെയാണ് കാണുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ, കിഡ്നി. കിഡ്നിയിലൊക്കെ വരുന്നു. ഓക്കെ, കോളംനാർ ആണെങ്കിൽ എന്താണ് ഷേപ്പ്? കോളം ലൈക്ക് അല്ലെങ്കിൽ ടോളാണ്. എവിടെയൊക്കെയാണ് കാണുന്നത് കോളംനാർ? സ്റ്റൊമക്കിൽ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഗ്ലാൻസ്, സെക്രീഷൻ വരുന്നിടത്തൊക്കെ ഉണ്ടല്ലേ കോളംനാർ. സിലിയേറ്റഡ് എവിടെയാണ് വരുന്നത്? ട്രക്കിയുടെ ലൈനിങ്ങിൽ വരുന്നുണ്ട്. അപ്പൊ അവർ ബേസിക്കലി സിലിയേറ്റഡ് എന്ന് പറയുന്ന ഏത് ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ്? കുബോയിഡൽ, അത് വിത്ത് സീലി ആണെങ്കിലാണ് നമ്മൾ സിലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അതെ. ഇനി അടുത്ത സ്ട്രാറ്റിഫൈഡിൽ ഇതുപോലെ സ്ക്വാമസ്, ക്യൂബോയിഡൽ, കോളംനാർ വരുന്നുണ്ട്. അതിൽ നമുക്ക് സ്ട്രാറ്റിഫൈഡിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള ആള് ട്രാൻസിഷനിലാണ്. ട്രാൻസിഷനിൽ എവിടെയൊക്കെയാണ് കാണുന്നത്? യൂറിനറി ബ്ലാഡർ, യൂറിനറി ബ്ലാഡർ. ഓക്കെ, ഇനി കണക്റ്റീവ് ടിഷ്യൂസിലേക്ക് വരുമ്പോൾ അവരുടെ ഫംഗ്ഷൻ എന്താണ്? കണക്റ്റീവ് ടിഷ്യൂ ജനറൽ ഫംഗ്ഷൻ എന്താണ്? കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഫംഗ്ഷൻ. എത്ര ടൈപ്പ് ആയിരുന്നു കണക്റ്റീവ് ടിഷ്യൂസ്? 2 ടൈപ്പ്. 2 ടൈപ്പ് ആണ്. ഏതൊക്കെയാണ്? അപ്പൊ കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പറിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഓക്കെ, ഇലാസ്റ്റിൻ ഫൈബേഴ്സ് എവിടെയാണ് കണ്ടത്? ഇലാസ്റ്റിൻ ഫൈബേഴ്സ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂലാണ് ഇടയ്ക്ക് ഇലാസ്റ്റിൻ ഫൈബേഴ്സ് വന്നത്. ലൂസ് കണക്റ്റീവിന് എക്സാമ്പിൾസ് ടിഷ്യൂ ഉണ്ട്, അതുപോലെ ഏരിയോള ടിഷ്യൂ ഉണ്ട്. ഏരിയോള ടിഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ വരുന്ന ഒരു ലെയർ ആണ് കേട്ടോ. കണക്റ്റീവ് ടിഷ്യൂ ലെയർ ആണ് ഏരിയോള ടിഷ്യൂ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ഏരിയോള ടിഷ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഡെൻസ് കണക്റ്റീവിന് എക്സാമ്പിൾസ് ലിഗമെന്റ്സ്. ഓക്കെ, അടുത്ത സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂയിൽ ആരൊക്കെയാണ് വരുന്നത്? ഓക്കെ, അപ്പൊ മസ്കുലാറിന്റെ ജനറൽ ഫംഗ്ഷൻ അടുത്ത മൂന്നാമത്തെ. മസ്കുലാർ ടിഷ്യൂവിന്റെ ജനറൽ ഫംഗ്ഷൻ കോൺട്രാക്ഷൻ വഴി മൂവ്മെന്റ് കൊടുക്കാനുള്ളത്. എത്ര ടൈപ്പാണ് മസ്കുലാർ ടിഷ്യൂ? സ്കെൽറ്റൽ, സ്മൂത്ത്, skeletal smooth columnar. Voluntary, involuntary. മൂന്നാമത്തെ അപ്പൊ സ്കെലിറ്റൽ അല്ലെങ്കിൽ വോളണ്ടറി അല്ലെങ്കിൽ എന്ത് പറയും സ്ട്രൈറ്റഡ്. നോൺ സ്ട്രൈറ്റഡ് അല്ലെങ്കിൽ സ്മൂത്ത് അല്ലെങ്കിൽ ഇൻവോളണ്ടറി. മൂന്നാമത്തെ കാർഡിയക്. സ്കെലിറ്റൽ എവിടെയാണ് കാണുന്നത്? സ്കെലിറ്റൽ മസിൽ നമ്മൾ കൈ കാല് പുറത്തൊക്കെ കാണുന്നത് അത് ബോൺസുമായിട്ട് നേരെ അറ്റാച്ച് ചെയ്തിരിക്കുന്നവരാണ് സ്കെലിറ്റൽ മസിൽ എന്ന് പറയുന്നത്. അടുത്ത നോൺ സ്ട്രൈറ്റഡ് അല്ലെങ്കിൽ സ്മൂത്ത് മസിൽ എവിടെയാണ് കാണുന്നത്? ഓർഗൻസിനെ കവർ ചെയ്തിട്ടാണ്. കാർഡിയാക് മസിൽ എവിടെയാണ് കാണുന്നത്? ഹാർട്ട് മസിൽസിലാണ്. അടുത്ത നാലാമത്തെ ടിഷ്യൂ
nervous, നെർവസ് ടിഷ്യൂ ആണ്. അതിനകത്ത് കാണപ്പെടുന്ന രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ഏതൊക്കെയാണ്? ന്യൂറോൺസ്, neurons, ന്യൂറോൺസും ന്യൂറോഗ്ലി അല്ലെങ്കിൽ ഗ്ലിയൽ സെൽസും. ഓക്കെ, അപ്പൊ ഷാൻ സെൽസ് എവിടെയാണ് കാണുന്നത്? മൈലിൻ ഷീറ്റ്. myelin sheath, മൈലിൻ ഷീത്തിന്റെ ഫംഗ്ഷൻ ഇമ്പൾസ് പാസ് ചെയ്യുമ്പോൾ അതിനെ സ്പീഡ് അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. ഇപ്പൊ ക്ലിയർ അല്ലേ എല്ലാം? ഓക്കെ, അപ്പൊ ഇത് ആൻസർ ചെയ്യാൻ നോക്കൂ. സ്റ്റോറേജ് ഓഫ് ഫാറ്റ് ഇൻ അനിമൽ ഒക്കേഴ്സ് ഇൻ വിച്ച് ടിഷ്യൂ? എവിടെയാണ് ഫാറ്റ് സ്റ്റോറേജ്? അഡിപ്പോസൈറ്റ്സ്. സൈറ്റ്സ് എന്ന് പറയുമ്പോൾ ടിഷ്യൂ എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അഡിപ്പോസ് ടിഷ്യൂ അല്ലെങ്കിൽ അഡിപ്പോസൈറ്റ്സ്. The tissue that is found below the skin and store fat. areolar tissue, ഏരിയോളർ അല്ല, അഡിപ്പോസ് ടിഷ്യൂ തന്നെയാണ് കേട്ടോ. ബിലോ ദ സ്കിന്ന് ഏരിയോളർ ടിഷ്യൂ വരുന്നുണ്ട്, പക്ഷെ ഫാറ്റ് സ്റ്റോറേജ് എന്ന് കണ്ടാൽ അഡിപ്പോസ് ടിഷ്യൂ എന്ന് തന്നെ ആലോചിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following എന്തെങ്കിലും പറഞ്ഞതാണോ? areolar, ഓക്കെ, ആൻസർ ആണ്. നോട്ട് എ ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽ ടിഷ്യൂന്റെ ആൻസർ ഏരിയോളർ ടിഷ്യൂ. ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? epithelial, connective, muscular, nervous, നെർവസ്. അടുത്തത് സിംപിൾ എപ്പിത്തീലിയൽ ടിഷ്യൂ ഏതാണ്? ഓക്കെ, വൺ സെൽ തിക് ആണ്. മോർ ദാൻ വൺ ലെയർ ഉണ്ടെങ്കിൽ സ്ട്രാറ്റിഫൈഡ് അല്ലെങ്കിൽ വേറെ പേര് കോമ്പൗണ്ട് എപ്പിത്തീലിയം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് കണക്റ്റീവ് ബോൺ ടു മസിൽ. ബോൺ തിരിച്ച് ജോയിന്റ്സിനെ ആണെങ്കിൽ ലിഗമെന്റ്. ഓക്കെ, ഇത് രണ്ടും എക്സാമ്പിളും ഏത് ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ്? dense കണക്റ്റീവ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബോൺ എക്സാമ്പിളും സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. വേറെ ഏതൊക്കെയാണ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂല്? കാർട്ടേജ് ഉണ്ട്, ബ്ലഡ് ഉണ്ട്. The next question, which tissue acts as the first line of protection for the body from any physical or chemical damage? First line of protection are epithelial tissue, epithelial tissue. Okay,